പിണറായി വിജയൻ്റെ കൂടെ തന്നെയാണ് ചെറുതിൽ 15 വയസ്സ് മുതൽ. പിണറായി വിജയന് നമ്മളെ സ്വന്തം ബന്ധുവാണ്. അവരെ അടുത്ത ബന്ധാന്ന്. പിണറായിൻ്റെ എല്ലാ രഹസ്യ വിവരവും ബാബുവിനറിയാം. അവിടുന്ന് കമ്പനി എന്ന് പറയും ഓനെ കൊല്ലും, എന്തായാലും കൊല്ലും, പിടിച്ച് കെട്ടിയിട്ടിട്ടെങ്ങും കൊല്ലുമെന്ന്. ഇവൻ്റെ പേരിൽ ഇല്ലാത്ത കേസ് വരെ ഇവരെ പേരിലുണ്ട്. നാട്ടിലില്ലാത്ത സമയത്തുള്ള കേസ് വരെ പ്രനൂപിൻ്റെ പേരിലുണ്ട്. 2 പ്രാവശ്യം കാപ്പയിൽ കടത്തി. ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയല്ലേ നമുക്കുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞാന്ന് തികച്ചു വീട് തേച്ചു അടിച്ച് പൊളിച്ചെല്ലാം നുറുക്കിയിട്ട് തന്നതിന് വാതിലും ജനലും ഒരു സാധനം ബാക്കിയില്ലേനൂടെ. പിണറായിൻ്റെ രഹസ്യം മൊത്തം എനിക്കറിയുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് പുറത്തായി പോകുന്നുള്ള ഭരണ പേടിയാന്ന്. അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ചെയ്യൂന്ന് പറയുന്നത്. അതെപ്പായാലും ഇനി ഓർമ്മിച്ച് വെച്ചോ എന്ന് പറഞ്ഞ് ഒന്നെന്തെങ്കിലും ചെയ്താലേ നമുക്കും എന്തെങ്കിലും കിട്ടുക. നമുക്കൊരു വയ്യൂല ഗതിയൂല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നമ്മളുള്ളത്. പിണറായി വിജയൻ തന്നെയാന്ന് എല്ലാ കളിയും വേറെ ആരും അല്ല. അദ്ദേഹത്തോട് പറയാനില്ല എൻ്റെ മുന്നിൽ ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് വേറൊന്നും എനിക്ക് പറയാനില്ല. കണ്ണൂരിന്റെ രാഷ്ട്രീയ കൊലപാതക ചരിത്രത്തിന് 5 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. ചോരമണക്കുന്ന ചരിത്രത്തിന്റെ ഒരേട് പോലും തിരുത്തി എഴുതാൻ മാറി മാറി ഭരിച്ച സർക്കാരുകൾക്ക് ആയിട്ടില്ല. സമാധാന യോഗങ്ങളിലെ ധാരണകളെല്ലാം വെറും പ്രഹസനങ്ങളായി ഒതുങ്ങിയപ്പോൾ അനാഥമായി പോയ കുടുംബങ്ങൾ നിരവധിയാണ്. ഉറ്റവരെ, പ്രാണന്റെ പാതിയായവരെ, രാഷ്ട്രീയ കലിമൂത്ത് കൊന്നു തള്ളുന്നതിന് സാക്ഷിയാകേണ്ടി വന്ന അമ്മമാരുടെയും ഭാര്യമാരുടെയും പെങ്ങന്മാരുടെയും കണ്ണീരുണങ്ങാത്ത നാടാണ് കണ്ണൂർ. ചോരമണക്കുന്ന ഇടവഴികളുടെ നാട്. 1969 ഏപ്രിൽ 28-ന് വാടിക്കൽ രാമകൃഷ്ണന്റെ തലച്ചോർ പിളർന്ന് തുടക്കം കുറിച്ച കണ്ണൂരിന്റെ രാഷ്ട്രീയ കൊലപാതക ചരിത്രത്തിലേക്ക് പിന്നീട് ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏതാണ്ട് 300-നടുത്ത് മനുഷ്യന്മാരാണ്. ഇതിൽ ആദ്യ കൊലപാതകമായ വാടിക്കൽ രാമകൃഷ്ണന്റെ കേസിൽ 1-ാം പ്രതിയായ പിണറായി വിജയനെതിരെ സാക്ഷി പറയാൻ പോലും ഭയക്കുന്ന തരത്തിൽ അന്നേ കണ്ണൂരിലെ ജനത അടിമകളാക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. കേട്ടറിഞ്ഞ കണ്ണൂരിന്റെ, കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സ്വന്തം നാടായ പിണറായിയുടെ നാട്ടുവഴികളിലൂടെ ക്രൈം നടത്തിയ യാത്രയിൽ കേട്ടതും കണ്ടും അനുഭവിച്ചും അറിഞ്ഞതും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കഥകളാണ്. പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യന്റെ വീടിന് മുന്നിലൂടെ തന്നെയാണ് ഞങ്ങൾ കണ്ണൂരിന്റെ ചാവ് മണക്കുന്ന ഇടവഴികളിലേക്ക് ഇറങ്ങിച്ചെന്നത്. ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കേണ്ട പോലീസ് വെറും രാജഭടന്മാരെ പോലെ കാവൽ നിൽക്കുന്ന പിണറായിയിലെ വിജയന്റെ ആഡംബര സൗധത്തിന് മുന്നിലൂടെ ഞങ്ങളുടെ വാഹനം മുന്നോട്ട് പോയി. ഞങ്ങൾ അപ്പോഴൊക്കെ അനുഭവിച്ചറിയുകയായിരുന്നു ഇത്തരമൊരു നികൃഷ്ട ജീവിയുടെ ഭരണത്തിന് കീഴിൽ പ്രതികരണശേഷിയില്ലാത്തവരായി ജീവിക്കേണ്ടി വരുന്ന കേരള ജനതയുടെ ഗതികേട്. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ കയറി ചെന്ന വീടുകളിലത്രയും ഞങ്ങളെ കാത്തിരുന്ന അമ്മമാരുടെ കണ്ണിലെ പേടിയും കണ്ണീരും അടക്കിപ്പിടിച്ച തേങ്ങലുകളും ഞങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരികയായിരുന്നു. കറുപ്പിനെ പിടിക്കുന്ന പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യന്റെ ചോരച്ചുവപ്പിനോടുള്ള അടങ്ങാത്ത പ്രണയം. മഞ്ഞമുണ്ടും നീല ഷർട്ടുമിട്ട് വാടിക്കൽ രാമകൃഷ്ണന്റെ തലച്ചോറ് പിളർന്ന ക്രൂരതയും നിസാര പിണക്കങ്ങളുടെ പേരിൽ സന്തത സഹചാരിയായിരുന്ന വെണ്ടുട്ടായി ബാബുവിനെ വെട്ടിനുറുക്കിയ പൈശാചികതയുമെല്ലാം പിണറായി വിജയൻ എന്ന നരഭോജിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമായിരുന്നു. ഇഷ്ടമില്ലാത്തതിനെയൊക്കെയും കൊന്നു തള്ളുന്ന പതിവിലേക്ക് പിണറായി വിജയൻ തന്റെ കത്തി രാഗി മിനുക്കിക്കൊണ്ടേയിരുന്നു. ആദ്യം ഞങ്ങൾ എത്തിയത് പിണറായി വിജയന്റെ സന്തത സഹചാരിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനും അംഗരക്ഷകനുമൊക്കെ ആയിരുന്ന വെണ്ടുട്ടായി ബാബുവിന്റെ വീട്ടിലേക്കാണ്. KPCC പ്രസിഡന്റ് K സുധാകരന്റെ പല പ്രസംഗങ്ങളിലൂടെയും പരിചിതമായ ഒരു പേരാണ് വെണ്ടുട്ടായി ബാബുവിൻ്റെത്. വിജയനുമായി തെറ്റിപ്പിരിഞ്ഞതോടെ ഒപ്പം നടന്ന കാലത്തെ പിണറായി വിജയൻ എന്ന ഗുണ്ടാ തലവൻ കൊന്നതിന്റെയും കൊന്നു തിന്നതിന്റെയും എല്ലാം രഹസ്യങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി മാത്രം കയ്യറപ്പില്ലാതെ വെട്ടിനുറുക്കിയ ബാബുവിന്റെ പേര് മാധ്യമങ്ങൾക്ക് മുന്നിൽ സുധാകരൻ പലകുറി വിളിച്ചു പറഞ്ഞു. ആ ബാബുവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വിധവ ഇന്നും കണ്ണീരൊഴിയാതെ കഴിയുന്നുണ്ട്. അച്ഛനെ കൊന്നിട്ടും പക തീരാതെ ബാബുവിന്റെ ആൺമക്കളെയും വേട്ടയാടുകയാണ് ഇന്ന് പിണറായി വിജയൻ. മൂത്ത മകനും പാർട്ടിയുടെ കൊലക്കത്തിക്ക് ഇരയായി എങ്കിലും ശേഷിച്ച അല്പം ജീവനുമായി അവൻ ജീവിതത്തിലേക്ക് തിരികെ എത്തി. മക്കളുടെ ജീവന് വേണ്ടി പിണറായി വിജയന്റെ മുന്നിൽ പോയി കരഞ്ഞു കൈനീട്ടിയ ആ അമ്മയെ ആട്ടിപ്പായിച്ചുകൊണ്ട് അയാൾ പറഞ്ഞത് അവരൊക്കെ പാർട്ടിയുടെ ബുക്കിൽ കയറിപ്പോയി എന്നാണ്.
മക്കളുടെ അച്ഛനെ വെട്ടിനുറുക്കിയിട്ടും പകയൊടുങ്ങാതെ മക്കളുടെ ജീവന് പിന്നാലെയും കഴുകനെ പോലെ ചുറ്റിപ്പറക്കുന്ന സാക്ഷാൽ മുഖ്യമന്ത്രിയോട് ആ അമ്മയ്ക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അമ്മ പറയൂ, എത്ര വർഷമായി ഇപ്പൊ? 1990 ജനുവരി 5-നാണ് കൊന്നത്. ഓക്കെ. അതിനു മുമ്പ് വരെ പിണറായി വിജയന്റെ കൂടെ തന്നെയാണ്. ചെറുതിൽ 15 വയസ്സ് മുതൽ പിണറായി വിജയന്റെ കൂടെയാണ്. അതെ അല്ലേ. അമ്മയെ കല്യാണം കഴിക്കുമ്പോഴൊക്കെ ഇവര് തമ്മിൽ അത്ര അടുത്ത ബന്ധമാണ്. പിണറായി വിജയന് നമ്മളെ സ്വന്തം ബന്ധുവാണ്. എൻ്റെ അച്ഛൻ്റെ അനിയനായിട്ട് വരും പിണറായി വിജയൻ. ഓക്കെ. അപ്പോൾ അമ്മ ഇവിടെ കല്യാണം കഴിച്ച് വരുമ്പോഴൊക്കെ ഇവിടെ ബാബുവിന്റെ ഏറ്റവും അടുത്ത ബാബുവിന്റെ വീടല്ല ഇത്, നമ്മൾ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ വീടാ ഇത്. ഓക്കെ. അപ്പോൾ പിണറായിയും ബാബുവും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു നമുക്കൊന്ന് പറയാമോ? അവര് അടുത്ത ബന്ധമാണ്. പിണറായിന്റെ എല്ലാ രഹസ്യ വിവരവും ബാബുവിനറിയാം. അതുകൊണ്ട് പിന്നെ ഈ കൂട്ടർ സ്വന്തം ഓരോരോ സ്ഥലത്ത് പണിക്ക് പോകുന്നതുകൊണ്ട് പിന്നെ പല ആളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ പാർട്ടി മാറിയോ എന്തോ എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. ആദ്യമൊന്നും അങ്ങനെ അവരുമായിട്ട് ബന്ധമുള്ള കൂട്ടർ ബാക്കി പാർട്ടിക്കാരോടൊന്നും ബന്ധപ്പെടാൻ പാടില്ല. അതാണ് അവര് പിണറായി വിജയനായിട്ട് ബന്ധമുള്ളവർ. അവര് പാർട്ടിക്കാരുമായിട്ട് അങ്ങനെ അടുത്ത് ബന്ധപ്പെടാൻ പാടില്ല. അതാണ് അവരെ സിദ്ധാന്തം. പിന്നെ അങ്ങനെ ചുരുക്കി പറയാന്ന് പറഞ്ഞാല് അതുകൊണ്ട് പിന്നെ പക്ഷെ ബാബുവിന് എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്. പല സ്ഥലത്തും പണിക്ക് പോകുന്ന സ്ഥലത്തുനിന്നും പലതും ഇവര് ദ്രോഹിച്ച് നോക്കി പണിയെടുക്കുന്നിടക്കേന്ന് ആളെ മാറ്റിക്കൊണ്ടുവന്നിട്ട് നിർത്തി അങ്ങനെയെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാക്കി. ഇവര് പിന്നെ എല്ലാവരും ഞാൻ ബീഡി കമ്പനിയിൽ പോന്നേനു. അവിടുന്ന് കമ്പനി എന്ന് പറയും ഓനെ കൊല്ലും, എന്തായാലും കൊല്ലും, പിടിച്ച് കെട്ടിയിട്ടിട്ടെങ്കും കൊല്ലൂന്ന്. അങ്ങനെയാണ്. വഴക്കിട്ട് കഴിഞ്ഞിട്ടാണോ ഇത്? അല്ല, പിണറായി ആയിട്ട് ഒരു വഴക്കുമില്ല. ഇത് പിന്നെ ഇവര് പാർട്ടി വിരോധം മാത്രം, വേറെ വഴക്കും കാരണമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവര് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ദേഷ്യം. അപ്പോൾ പിന്നെ ഇനി എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ചു കാലം CMB മാറി ലാസ്റ്റിൽ. അപ്പോൾ എന്തായാലും കൊല്ലും എന്നുള്ളത് ആ കൂട്ടത്തിൽ മാറി കഴിഞ്ഞിട്ടാണ് പിണറായിക്ക് വൈരാഗ്യം വരുന്നത്. അല്ല, അതിലും മുന്നേ വൈരാഗ്യം വന്ന് കുറേ കാലം കഴിഞ്ഞിട്ടാണ് CMB പോകുന്നത്. പിന്നെ CMB പോകുകയെന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്ത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ ഇവരിങ്ങനെ കഴിച്ചു കൂട്ടുന്നുണ്ട്. കമ്പനിയിൽ നിന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. മുന്നിൽ കമ്പനിയിൽ വരുമോ ഞാൻ അവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആടുന്ന് അവർ പറയൂ ഇനി എന്തായാലും ഇവിടെ പിന്നെ എന്തായാലും കാര്യം ഉടുക്കി കെട്ടിയിട്ടെങ്ങും കൊല്ലൂന്ന്. അതേ അവസ്ഥയിൽ തന്നെ അവർ കൊന്നിന്. അതല്ല ഈ വെട്ടുകായിരുന്നു ആളെ. അതെ, എത്രയോ 48 കൊത്താട്ടുണ്ട് എന്നെല്ലാം പറയുന്ന കേട്ടിന്. ഞാൻ അറിയില്ല, ഇങ്ങനെ പറയുന്ന കേട്ടതാണ്. ഇത് വെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നോക്കിയവരെ തടഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ആരാ ശരിക്കും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതും കാര്യങ്ങളും? ആരാ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അന്ന് തന്നെ മരിക്കായിരുന്നു ചെയ്തത്. അപ്പൊ തന്നെ മരിച്ചു, ആസ്പത്രിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തായിരുന്നു? പിണറായി വരുമോ? അദ്ദേഹത്തിന്റെ കൂടെ നടന്നിട്ടുള്ള ഒരു മനുഷ്യനല്ലേ? അപ്പൊ പിന്നെ ശവം കൊണ്ടുവരാനോ രാത്രി പിന്നെ ഒന്നിനും അനുവദിച്ചിട്ടില്ല. ശവം കൊണ്ടുവരാൻ സമ്മതിച്ചിട്ടില്ല. പിണറായിലേക്ക് ആടുന്ന് ഇന്നത്തെ പോലെ ലൈറ്റൊന്നും ഇല്ലല്ലോ. മാക്സ് കൊണ്ടുവരണ്ടിട്ട് മാക്സ് കൊണ്ടുവരാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ചൂട്ട കെട്ടിയിട്ട് എന്നെല്ലാം പറഞ്ഞ പോലെയാണ് മറവെല്ലാം കഴിഞ്ഞിട്ട് പോലും. കോൺഗ്രസ്സുകാരാണെന്ന് സഹായിച്ച് ശവം മറവ് ചെയ്യാനായിട്ട് സഹായിച്ചത് വീട്ടിൽ കയറിയിട്ട് വീട്ടിൽ നിന്ന് ഭയങ്കര ആക്രമണം നടത്തിയിട്ട് അനിയനെല്ലാം കൊത്തി എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇവർ ചെയ്യേണ്ടിയിട്ട് വന്നെയാണ്. പക്ഷെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ അനിയനെ കൊത്തി അനിയനെ കൊണ്ടുപോയി അതെല്ലാം കഴിഞ്ഞേരെ പിന്നെ ഇവർ അപ്പോൾ ഒരു ദിവസം കേസ് ഉണ്ടായിട്ട് കേസിന് പോകുമ്പോൾ പിന്നെ കേസിന് പോയതാണ്. കേസിന് പോയ എടുക്കുന്നു മൂത്രം ഒഴിക്കാൻ ഇരുന്നെടുക്കുന്ന പോലും AD നായരാ അവിടുന്ന് കൊത്തി കടങ്ങും വലിയ പാലും കയറുമ്പോ കാല് കൊത്തിന് പോയി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റും. അങ്ങനെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവരെ ഇതെന്നാന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മക്കളെ രണ്ടിനെ വളരെയും വിടൂല ഇവരെന്തായാലും നമ്മൾ വളർത്തൂല വളരെയും വിടൂല എന്നുള്ള ഒരു സിദ്ധാന്തത്തിലാണ് ഇവരെ പരിപാടി. പിന്നെന്ന് പറഞ്ഞാൽ ഇവൻ കുറച്ച് വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഇങ്ങനെ ജിത്തുവിനെ പ്രേംജിത്തിനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ മക്കളെ ജീവിക്കാൻ വിടൂല എന്ന് തന്നെ ഇവരെ പരിപാടി. അപ്പോൾ ഇവർ വണ്ണം വെക്കുന്നവരെ ഇവർക്ക് വേറെ ഒരിതുമില്ല. അപ്പോൾ ഇവര് എൻ്റെ പ്രേംജിത്ത് ഈ കൂട്ടറൊപ്പരം പോയിന് പോലും RSS കൂടെ പോയി എന്നും പറഞ്ഞിട്ടാണ് പിന്നെയില്ല ഇത് പൊടിപൂരം.
പിന്നെ അവരെ പോന്ന് കളിക്കുന്നു ചാക്ക് പോയിന് എന്നെല്ലാം പറഞ്ഞ്. പക്ഷേങ്കിൽ ഇവർക്ക് ഇതും പറഞ്ഞിട്ട് വേണം എങ്ങനെയെങ്കിലും കയറിയേ. ഇപ്പം ഇവന് പണിക്ക് പോകുന്നതാണ്. കുട്ടിക്ക് പണിക്ക് പോകാൻ പോകുമ്പോൾ ബരിയക്കുന്ന് ഷർട്ട് പിടിച്ച് വലിച്ചിട്ടു. ഇവിടെ ഒരു പൊന്നാരമ്പാസു എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. ഓ മരിച്ച്. ഓനാന്ന് പിന്നെ എന്നോട് പറഞ്ഞു, മൂത്ത് നോക്കിയിട്ട് എന്നോട് തന്നെയാണ് പറഞ്ഞു, എൻ്റെ മക്കളെ വളരാൻ വിടൂല, എന്തായാലും അതിൻ്റെ ഇത് നമ്മൾ ആയിക്കോളൂന്ന്. അതുപോലെ തന്നെയാണ് എൻ്റെ മക്കൾ. ഓൻ്റെ മോനാണ് ഇനി ഇപ്പോൾ ഉള്ള ബാക്കി. പിന്നെ മധു എന്ന് പറയും. അങ്ങനെ പിന്നെ എൻ്റെ ഈ പ്രേംജിത്ത് ഒരു കുറച്ച് വണ്ണം വെച്ചിട്ട് ഒരു പണിയെടുക്കാനില്ലാന്നേ ഉള്ളൂ. 2007 മാർച്ച് 18 ഇത്തുനെ കുത്തുന്നു. അപ്പം അതിൻ്റെ മുന്നിൽ പിന്നെ ഇങ്ങനെ ഇവനെ ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ എന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ അച്ഛനും അമ്മയും കൂടി പോയി. അത് കുറേ അനിയനുമാണ്, അമ്മേൻ്റെ കാരണോറ മോനുമാണ് പിണറായി വിജയൻ. എടാ പിന്നെ നമ്മളെ മക്കളാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് അവരെല്ലാം ബുക്കിലായിപ്പോയി, ഇനിയൊന്നും ചെയ്യാൻ പറ്റൂല വിജയൻ പറഞ്ഞു. ആ പിണറായി വിജയൻ അച്ഛനോട് പറഞ്ഞ്. അച്ഛൻ പറഞ്ഞ് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അച്ഛനപ്പാട് എന്തോ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവനെ കൊത്തുമോ, ഇവനെ കൊത്തിയിട്ട് പെൺഡ്രൈവിലിട്ടിട്ട് വൈകുന്നേരം 4 മണിക്ക്